രാധേ രാധേ. നമ്മൾ അമ്പലങ്ങളിൽ ചെന്ന് പുഷ്പാഞ്ജലി നടത്തുന്നത് ദീർഘായുസ്സിനും ആരോഗ്യത്തിനും, രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ശത്രുക്കളെ നമ്മുടെ ശത്രുക്കളുടെ മനസ്സിലെ ശത്രുത ഇല്ലാതാക്കി മിത്രമാക്കി മാറ്റുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യം നടത്തുന്നതിനും, കുങ്കുമാർച്ചന വിവാഹ തടസ്സം മാറാൻ, ഭാഗ്യസൂക്തം ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ദൈവാനുഗ്രഹത്തിനും തടസ്സങ്ങൾ മാറാനും കർമ്മദോഷം മാറാനും. അതുകൊണ്ട് മിക്കവാറും ഭാഗ്യസൂക്തം ചെയ്യണം. കെടാവിളക്ക് മഹാരോഗങ്ങളിൽ നിന്നും മോചനം, നെയ്വിളക്ക് കണ്ണ് രോഗത്തിൽ നിന്ന് മോചനം, ആഗ്രഹങ്ങൾ സാധിക്കാൻ, ചുറ്റുവിളക്ക് മനസ്സിന് സമാധാനം, പാപങ്ങളിൽ നിന്ന് മോചനം, പ്രശസ്തി എന്നിവ കിട്ടാൻ, നാരങ്ങ വിളക്ക് സർപ്പദോഷങ്ങൾ മാറാൻ, ജാതകത്തിൽ രാഹുവൊക്കെ അനിഷ്ടഭാവത്തിലുണ്ടെങ്കിൽ മാറാൻ, വിവാഹ തടസ്സം മാറാൻ, ഭഗവാനോ ദേവിക്കോ മാല കൊടുക്കുന്നത് മനോസുഖം കിട്ടാൻ, കൂവളമാല കൊടുത്താൽ 3 ജന്മങ്ങളിലെ പാപം ഇല്ലാതാകും, ശിവക്ഷേത്രത്തിലാണ്. ഗണപതി ഹോമം നടത്തിയാൽ തടസ്സങ്ങൾ മാറിക്കിട്ടും, മൃത്തിജ്ഞ ഹോമം നടത്തിയാൽ കഠിന രോഗങ്ങൾ മാറിക്കിട്ടും, അതേ കണക്ക് സകലവിധ പാപങ്ങളിൽ നിന്നും മോചനവും കിട്ടും. തിലഹോമം പ്രേതങ്ങളിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടും. ആയില്യ പൂജ നടത്തുന്നത് തൊലിപ്പുറത്ത് വരുന്ന രോഗങ്ങൾ മാറാനും സർപ്പപ്രീതിക്കും സർപ്പദോഷം നീങ്ങാനും. ഉമാമഹേശ്വര പൂജ കല്യാണ തടസ്സം മാറാൻ, ലക്ഷ്മി നാരായണ പൂജ ദുരിത നിവാരണത്തിനും ശത്രു നിവാരണത്തിനും. 100 പാലും നടത്തിയാൽ സന്താനലാഭം, രോഗശാന്തി, ദീർഘായുസ്. ഉദയാസ്തമന പൂജ ദീർഘായുസിനും ശത്രുദോഷ നിവാരണത്തിനും സർവ്വ ഐശ്വര്യത്തിനും. കദളിപ്പഴം അറിവ് കിട്ടാൻ, ജ്ഞാനലബ്ധി. വെണ്ണ നമ്മൾ ഭഗവാന് കൊടുത്താൽ ബുദ്ധി ഉണ്ടാകും, വിദ്യയിൽ പുരോഗതി ഉണ്ടാകും. പഞ്ചാമൃതം കൊടുത്താൽ ദൈവാനുഗ്രഹം. ദേവിക്ക് മുഴുക്കാപ്പ് നടത്തിയാൽ ദീർഘായുസ്, പ്രശസ്തി. നീരാജനം നടത്തുന്നത് ശനിദോഷം മാറുന്നതിനും രോഗശാന്തിക്കും മനസ്സുഖത്തിനും വാതരോഗശമനത്തിനുമാണ്. സഹസ്രനാമാർച്ചന ഐശ്വര്യം കിട്ടാൻ. ദേവന് ചന്ദനം ചാർത്തുന്നത് തൊലിപ്പുറത്തെ രോഗം മാറാൻ, ആഗ്രഹങ്ങൾ സാധിക്കാൻ. പിന്നെ ശിവന് ധാര നടത്തുന്നത് രോഗശാന്തിക്ക്, നിറപറ നടത്തുന്നത് ഐശ്വര്യത്തിന് വേണ്ടി, അന്നദാനം നടത്തുന്നത് ഐശ്വര്യത്തിനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും, പായസം ധനധാന്യ സമൃദ്ധിക്ക്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അതുപോലെ തന്നെ ഓരോ ദേവനും ദേവിക്കും ഏത് അർച്ചന നടത്തണമെന്ന വീഡിയോ ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ്.